ഹലോ ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്റർ എന്ന ഈ ഗെയിമാണ്. അപ്പോൾ നമുക്ക് നേരെ കിടക്കാം. ഇതാണ് ഗായ്സ് ഗെയിം. ഇപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ സ്പൂൺ കൊണ്ടാണ് നമ്മളിന്ന് കുഴിക്കാൻ പോകുന്നത്. ഒരു ലെറ്റർ ഉണ്ട്, ലെറ്റർ എടുക്കാൻ വേണ്ടി അത് ലെറ്റർ എടുത്തു. എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് റോൾ ചെയ്യാൻ പറയുന്നുണ്ട് ഗായ്സ്. റോൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് മറ്റേ ചെയർ കൊണ്ട് പൊട്ടിക്കണം. ടൈലൊക്കെ അടിച്ച് നന്നായി പൊട്ടിക്കുന്നുണ്ട് ഗായ്സ്. ഓക്കെ, ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം ഗെയിമിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു 3-5 പാർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. കാരണം ഇത്തിരി ലോങ് ഗെയിമാണ്. ലെങ്ത്ത് കാരണം കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലപ്പം. അപ്പോൾ അതുകൊണ്ട് നമ്മളിതോ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഈ സ്പൂണും കൊണ്ട് ഇത് കുഴയ്ക്കുക. അതാ കണ്ടോ ഗൈസ്, ഒരു നീല, അതാണ് ഒരു മഞ്ഞ കളർ, അതാണ് നമ്മുടെ എനർജി. അത് കഴിയുന്നതായിട്ട് കാണണ്ടാവും നിങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴിക്കാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ നമ്മളിത് കുഴിക്കുന്നുണ്ട്. അതായത് ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കണം. നമ്മൾ കുഴിച്ചുകൊണ്ടിരിക്കുക ഗൈസ്. കുഴിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, നമ്മൾ കുഴിക്കുന്നതാണ്. ചുറ്റും കുഴിച്ചെടുക്കണം. നമ്മൾ 10 മീറ്റർ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലം എത്തും. നമ്മുടെ എന്താ പറയുക, ഉദാഹരണത്തിന് പറയുക ഒരു സബ്ബയിലെത്തും. ആ സബ്ബയിൽ നിന്ന് നമ്മളെന്തോ കുഴിച്ചിട്ടൊക്കെയാണ് ഇവിടെ നമ്മളൊരു സ്ഥലത്ത് എത്തുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് താത്തി പോകണം ഗൈസ്. അതുമല്ല ഇവിടെ ഒരു അട്ടാറ് ഗാർഡ് ഉണ്ട്, അവനെ നമ്മൾ മെയിനായി സൂക്ഷിക്കണം. അപ്പോൾ അതുപോലെ ഗൈസ്, നമ്മൾ തുടർന്ന് ഈ വീഡിയോൻ്റെ നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് പ്രിസൺ എസ്കേപ്പ് സിമുലേറ്ററിൻ്റെ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവർ ഞാൻ വീണ്ടും പറഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കാണുക. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഗൈസ്. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മാങ്ങയും മനസ്സിലാവില്ല അതിന്ന്. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവന് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതോ നോക്ക് ഗൈസ്, നമ്മളിത് കുഴിച്ചുകൊണ്ടിരിക്കുന്നത്. കുഴിച്ചു അടയ്ക്കാൻ അവർ പറയുന്നുണ്ട്. ഞാൻ എന്നിട്ടും കുഴിച്ചു ഗൈസ്. കുറച്ച് എനർജി തീർന്നു. നമ്മളിതാ അടയുന്നില്ല ഗൈസ്. അടയ്ക്കട്ടെ. സാധനങ്ങളൊക്കെ നമ്മൾ കലക്ട് ചെയ്തു. അടയ്ക്കാൻ പോകണ. ഫൈനലി ഇത് അടഞ്ഞുകൊണ്ടിരിക്കണം. അടച്ചു ഗൈസ്. ഇനി ആ മണ്ണ് കണ്ടോ ഗൈസ്, ആ ക്ലൂ നമ്മൾ നശിപ്പിക്കണം, ആ മണ്ണ്. അതിന് വേണ്ടി ഇതേ സാധനങ്ങളൊക്കെ ടേബിളിൽ വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മറ്റേത് ഒളിപ്പിച്ചു, ഹൈഡ് ചെയ്തു. മണ്ണെടുത്തു. ഈ ക്ലോസറ്റിലെ നമ്മൾ ഇത് ഒഴുക്കാൻ പോകണം ഗൈസ്. ഒഴുക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് ഫൈനലി ഇതും കൂടി ഇവിടെ ഒഴുക്കി കഴിഞ്ഞാൽ പണി നിന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഗാർഡിനെ വിളിക്കാനാണ് പറയുന്നത്. നമുക്കൊന്ന് ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുവൻ. വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ജയിലിലെ അടാറ് ഗാർഡ്. ഗാർഡിനെ നമുക്ക് സെല്ല് ചെയ്യണം. 22 നമ്മൾ സെല്ല് ചെയ്തു. ഇതോ വാങ്ങാൻ പറയുന്നുണ്ട്. വാങ്ങി 22 ഗൈസ്. അപ്പോൾ നമുക്കിനി വേഗം കളികളിലേക്ക് കടക്കാം. ഗൈസ്, ഇവന്മാരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ഇത് കൊടുത്ത് വാങ്ങുന്നത്, ടോയ്ലറ്റ് പേപ്പർ കൊടുത്ത് വാങ്ങുന്നത്. അപ്പോൾ നമുക്കിത് കയറാം. അകത്ത് കയറി കണ്ടോ ഗൈസ്, എൻ്റെ ഫുൾ എനർജി ആയിട്ടുണ്ട്. ഇനി എനിക്ക് എത്ര നേരം വേണമെങ്കിൽ കുടിക്കാം എന്ന് പറയാൻ പറ്റില്ല. എനർജി തീരുന്നവരെ കുടിക്കാം. ഇതൊക്കെയാണ് ഗൈസ് ഒരു സൈഡിലൊരു ടൈം. അത് കഴിഞ്ഞാൽ മറ്റേ വന്ന് നമ്മളെ പോക്കും ഗൈസ്. അതുകൊണ്ട് വേഗം നമുക്കിത് തോണ്ടണം. ഈ സ്പൂണും കൊണ്ട് തോന്നണം കൊണ്ട് ഇത്തിരി പാടാണ്. പക്ഷെ നമ്മൾ ഈ ടൂൾസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യണം. ഓരോ ടൂളുണ്ട്. ഇത് ലാസ്റ്റാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഷവലൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായി കുടിക്കാം ഗൈസ്. അപ്പോൾ നമുക്കിതാ ഇതിൽ മെയിനായിട്ട് വേണ്ട ടോയ്ലറ്റ് പേപ്പറാണ് ഈ ഗെയിമിൽ. ടോയ്ലറ്റ് പേപ്പർ കഴിഞ്ഞാൽ എല്ലാം കതന്നാകും. അപ്പം നമുക്കിത് നോക്കാം. ഗൈസ്, ഇപ്പം നമ്മൾ പരസ്യം വരും തോന്നുന്നു. പരസ്യം വരും. പരസ്യം വന്നു ഗൈസ്. സോറി ഗൈസ്, എന്നോട് ക്ഷമിക്കണം. പരസ്യം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, സോറി ഗൈസ്. വേണമെന്തോ പണി കിട്ടി. സാരമില്ല. ഞാൻ മറ്റേ നമ്മുടെ ഗെയിമിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ടും പരസ്യം പോയില്ല ഗൈസ്. സ്കിപ്പായിട്ടില്ല. സോറി, ഒന്ന് വെയിറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ എപ്പോഴും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവർക്ക് വേണ്ടിയുള്ള ടൈമാണെന്ന് വിചാരിച്ചോ. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം. ഓക്കെ, വീണ്ടും പറയണം. അപ്പോൾ നമ്മൾ കുഴിക്കാനായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ വീണ്ടും നമ്മൾ കുഴിച്ച് കളക്ട് ചെയ്ത് കുഴിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ട് വരും, തേർഡ് പാർട്ട് വരും. അങ്ങനെ ഒരുപാട് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യണം. കാരണം ഇത് ഒരുപാട് ലെങ്ത്തുള്ളൊരു ഗെയിമാണ്. അതുകൊണ്ട് കുറേ പാർട്ടായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും ഗൈസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങൾ കാണുന്ന മച്ചാന്മാരും ചേച്ചിമാരെല്ലാവരും ശ്രദ്ധിച്ചോളും. നമ്മൾ വീഡിയോ ഓരോന്നും ഇടുന്നതായിരിക്കും. ഇതാണ് ഞങ്ങളുടെ ഗെയിമിംഗ് വീഡിയോയിലെ ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഗെയിം നല്ല സൂപ്പർ ഗെയിമാണ്. കഥയൊക്കെ ഉള്ള ഗെയിമാണ്.
ഇതോ എവറിത്തിങ് ഓക്കെ പറയുന്നുണ്ട് ഗാഡ്. ആ ഓക്കെ ഓക്കെ നീ മോനെ വേഗം പോ, സാധനം എന്നിട്ട് പോ. ആ ഞങ്ങളിതാ നെഗോഷിയേറ്റ് ചെയ്തു ഞാൻ. ഓക്കെ കിട്ടി. പോടപ്പാ, അവൻ എന്താണ് വേണം, അവൻ 30 മിനിറ്റ് കഴിഞ്ഞാൽ വരുന്ന പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ആ 30 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ വേഗം തന്നെ, മിനിറ്റ് അല്ല ഗൈസ് 30 സെക്കൻഡാണ് തോന്നുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മൾ അകത്ത് കയറി കാര്യങ്ങളെല്ലാം സക്സസ് ആക്കി. സൂക്ഷിക്കണം ഗൈസ്, ആ ഗാർഡിനെ ഒരുപാട് സൂക്ഷിക്കണം, അല്ലെങ്കിൽ ആ ഗാർഡ് പിടിച്ചാൽ നമ്മുടെ ഗെയിം കളിക്കേണ്ടി വരും. ഇതോ നമ്മളിത് റോൾ ചെയ്ത് മാറ്റിയതാ, കുഴിക്കാൻ തുടങ്ങി. എത്രയേ കണ്ടോ ഗൈസ്, നമ്മൾ 10.3 അത്രയും മീറ്ററൊക്കെ താഴത്ത് പോകണം, എന്നാലേ നമുക്ക് ആ സബേലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത്. അടിയിലൊരു പാറ കാണും, അപ്പോൾ സൈഡ് നമ്മൾ കുഴിച്ച് പോകണം. അവസാനം നമ്മൾ ആ ഒരു ടണൽ പോലത്തെ ഒരു സ്ഥലത്ത് എത്തും. അവിടെ നിന്നാണ് നമ്മൾ എസ്കേപ്പ് ആവുന്നത് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഇത് കളിക്കുകയാണ്. അപ്പോൾ അത് കുഴിക്കുന്നുണ്ട് ഗൈസ്. കുഴിച്ചപ്പോൾ മണ്ണൊന്നും അങ്ങനെ പോണില്ല. അപ്പോൾ നമ്മളിത് വെപ്പൺ, നമ്മുടെ ഈ ഒരു ടൂള് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്താലേ നമുക്ക് തുടർന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇതോ ഞാൻ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഈ സാധനം കളക്ട് ചെയ്യണത് 5 എണ്ണമാണ് ഇപ്പോൾ. പിന്നെ അതൊരു 10 എണ്ണമൊക്കെ ആക്കേണ്ടി വരും. സോറി ഗൈസ്, 10 എണ്ണമൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 10, 20 അങ്ങനെ 25 അങ്ങനെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഈ ഗെയിമിൽ ഇപ്പോൾ ഫുള്ള് നമ്മൾ ആദ്യം കളിക്കുകയാണ്. ഞാൻ ഒരു തവണ ഇത് കളിച്ചു നോക്കി, സൂപ്പർ ഗെയിമാണ്. പക്ഷെ ഇപ്പോൾ ഞാനത് നിങ്ങൾക്ക് വേണ്ടി റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതാ ഗെയിം അടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ കളിക്കുകയാണ്. ഓക്കെ ഗായ്സ്, മണ്ണൊക്കെ നമ്മൾ എടുത്ത് കളയാൻ പറയുന്നുണ്ട്. ഓതാ പറയുന്നുണ്ടെന്നല്ല, ആ മണ്ണ് കളഞ്ഞില്ലെങ്കിൽ നമ്മളെ ഗാർഡ് പൊക്കും ഗായ്സ്. കണോ ഗായ്സ്, ഇനി വെറും 42 സെക്കൻഡ് 41 ഉള്ളൂ. ആ പണി തീർന്നു ഗൈസ്. ഇനി ഇതൊക്കെ ഇവിടെ വയ്ക്കുക, ഗാർഡിനെ വിളിക്കുക. പണി കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പം വരും. നമ്മുടെ ഈ ഗാർഡിന് നമുക്കൊരു പേരിടണം ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് സജസ്റ്റ് ചെയ്യുക വരും പറ്റിയത്. ഞാനൊരു പേര് ഇവന് സജസ്റ്റ് ചെയ്യാനേക്കാളും നല്ലത് നിങ്ങളൊരു പേര് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാൻസല്ല സോറി ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നതായിരിക്കും ഇതിലൂടെ നല്ലത്. അപ്പം ഞാൻ എന്താ നമ്മുടെ എനർജി വാങ്ങി, പിന്നെ അതേ പുതിയ ലൈറ്റസ്റ്റ് നമ്മുടെ ടൂളും വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ ടൂൾ. ഇത് വെച്ചാണ് നമ്മളിനി ഡിഗ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. വന്നു ഗൈസ്, അവനെത്തി. അവനെ ഞാൻ വിളിച്ചതാണ്. ഓക്കെ, അവൻ വയലടച്ചിട്ട് പോയി ഈ സാധനം കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതുകൊണ്ട് തോണ്ടി നോക്കാൻ പോകണം എങ്ങനെയായിരിക്കുന്നു. ലെറ്റ്സ് ഗോ. കൊള്ളാം ഗൈസ്, ആ സ്പൂണിനേക്കാളും ഇത്തിരി കൂടി പവർ ഐറ്റമാണ്. നന്നായി താഴുണ്ട്. എന്നാലും ഇത് പോരാ ഗൈസ്, ഇത് പോരാ. നമുക്കിനി ഇനിയും അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്പീഡ് അപ്ഗ്രേഡ് ചെയ്യണം, എനർജി അപ്ഗ്രേഡ് ചെയ്യണം, നമ്മുടെ ഒരു ഇൻവെൻട്രി അപ്ഗ്രേഡ് ചെയ്യണം, ടൂൾ അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും ലോ ലെവലിലാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. അല്ല നല്ല ഹൈ ലെവലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായി നമുക്ക് കുഴിച്ചു പോകാൻ പറ്റും, നല്ല സ്പീഡിൽ മണ്ണ് വാരി കൊട്ടാൻ പറ്റും. അങ്ങനെ കുറേ എബിലിറ്റീസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ചെയ്യാം. അപ്പോൾ പരസ്യം വന്നു ഗൈസ്, ക്രിക്കറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മളിത് സ്കിപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കണില്ല ഗൈസ്, സ്കിപ്പ് ആവുന്നില്ല. സോറി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് പരസ്യം നോക്കണം. അപ്പോൾ ഈ പരസ്യമുള്ള ടൈമിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇതോ കലക്റ്റിംഗ് ആണ്. 5 ഉള്ളൂ. 5 സാധനങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. കണ്ട, ഇൻവെൻട്രി ഫുള്ളായി. അപ്പോൾ സാരമില്ല, നമുക്കിനി ഇൻവെൻട്രി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഒരു എനർജി ലെവൽ അപ്ഗ്രേഡ് ചെയ്യുക, ടൂൾ അപ്ഗ്രേഡ് ചെയ്യുക, അങ്ങനെ സ്പീഡ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എല്ലാം ഒരു വിധത്തിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഗൈസ്. ഈ നമ്മളിത് കുഴിച്ചത് അടച്ചിട്ടുണ്ട്, മണ്ണ് വാരി കൊട്ടണം. മണ്ണ് കണ്ട സീനാണ്, അവന്മാർ നമ്മുടെ പെടലിക്കിട്ട് പിടിക്കും. അതുകൊണ്ട് നമ്മൾ മണ്ണ് കളയണം. ഒരു തെളിവ് പോലും നമ്മൾ കുഴിച്ചത് അതിന് ബാക്കി വെക്കാൻ പാടില്ല. അല്ല, ഞാൻ അതിശയപ്പെടുന്നുണ്ട് ഗൈസ്, നമ്മൾ ഈ കട്ടിലിൻ്റെ അടിയിൽ ഈ ഒരു ടൂൾ വെച്ച് തന്നെ ഗാർഡ് കാണില്ലേ. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു ഗ്ലിച്ച്. ഗാർഡ് കാണുന്നില്ല എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ ഈ കട്ടിലിൻ്റെ അടി വെച്ച ടൂളിനെ ഇവൻ കാണില്ലേ. കണ്ണ് പൊട്ടനാണെന്ന് തോന്നുന്നു ഗൈസ്. സാരമില്ല, ഞാൻ നെഗോഷിയേറ്റ് ചെയ്തു. എന്താ ഭയം ഉറുക്കണോ എടുത്തിട്ടുണ്ട് ഗൈസ്. അവൻ എന്തോ സംശയമൊക്കെ പറയണ്ടടാ, ഇറങ്ങിപ്പോടാ. അവൻ ചില നേരങ്ങളിൽ സംശയമൊക്കെ പറയും, അപ്പം നമ്മൾ ഇറങ്ങിപ്പോടാന്ന് പറയണം. നിങ്ങൾ തന്നെ വേണ്ട ഒരു പേര് പറയൂ. ലൈസ് വാങ്ങിയിട്ടുണ്ട് 5 ടോയ്ലറ്റ് പേപ്പറിന്. ടൂളിന് നല്ല 50ഒക്കെയാണ്. നമുക്കിപ്പോൾ എടുക്കാനായിട്ടില്ല, നമ്മൾ ഇനിയും വളരേണ്ടതായിരിക്കുന്നു.
ഓ അടച്ചിട്ടാവൻ പോയിട്ടുണ്ടേ. ഇവിടുത്തെ ഗാർഡ് ഒരു പൊട്ടനാണ് ഗൈസ്. ഞാനിവിടെ എത്ര കുഴിച്ചാലും ഇവിടെ അവനറിയില്ല ഗൈസ്. അതാണ് ഇവിടുത്തെ മെയിൻ. ഈ ഗെയിമിൻ്റെ മെയിൻ തന്നെ ഇതാണ്. നമ്മൾ ഇടുക്കി ചെയ്ത് പോകണമെന്നാണ് ഈ ഗെയിം തന്നെ ഉള്ളത്. ഗെയിം അങ്ങനെയാണ്. പക്ഷേ ഈ ഗെയിമിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. ചില നേരങ്ങളിൽ ഇതിൽ ക്ലിച്ചടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് സ്പീഡ്, അതുപോലെ സമയം നോക്കിയിട്ട് വേണം ഇതിൽ കളിക്കാൻ. അല്ലാതിരുന്ന 7ൻ്റെ പണി കിട്ടും. 1 മിനിറ്റ് എന്നൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ കുഴിച്ച് മുകളിലെത്തി മണ്ണ് കളഞ്ഞില്ലെങ്കിൽ പണിയാവും ഗൈസ്. പിന്നെ ഗാർഡ് പോക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ സമയത്തിനൊത്ത് കളിക്കണം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഗെയിം, ഈ ഗെയിമിംഗ് സീരീസ് കഴിഞ്ഞ് അടുത്ത ഗെയിം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൊററായിട്ടുള്ള ഒരു മിസ്റ്റർ മീറ്റ് എന്നൊരു ഗെയിമാണ്. അതിനെക്കുറിച്ച് ഞാൻ റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ഗെയിമാണെന്നൊക്കെ കേട്ടത്. 1ഉം 2ഉം ഉണ്ട്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പായിട്ട് ഈ ഗെയിമിൻ്റെ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ മണ്ണൊക്കെ കളയുന്നുണ്ട്. ക്ലോസറ്റിൽ നമ്മൾ ഒഴുക്കി വിടുന്ന ഗൈസ്. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ക്ലോസറ്റിൽ ഈ മണ്ണ് കട്ട പിടിക്കും. കട്ട പിടിച്ച സീനാണ് ഗൈസ്. അത് കുത്തിക്കളയുന്നതിന് ഇത്തിരി പാടാണ്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇതേപോലെ ടൂളൊക്കെ എടുത്തിട്ട് ഒരിക്കൽ ഞാൻ പിടിക്കപ്പെട്ടിട്ടുണ്ട്. വീണ്ടും എടുക്കണം. നമ്മളിത് തോണ്ടാനായിട്ട് എല്ലാം പോകണത് ഗൈസ്. നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യട്ടെ. പരസ്യം വന്നു ഗൈസ്. എങ്ങനെയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്തു. അത് സ്കിപ്പ് ചെയ്യണ പരസ്യമായിരുന്നു. ഓക്കെ 3 4 5 ഓക്കെ ഗൈസ്. അതെടുക്കാൻ പറ്റില്ല കാരണം ഇൻവെൻട്രി ഫുള്ളായി. വേഗം തന്നെ തടക്കി. ചില നേരങ്ങളിൽ തടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. ഗാർഡ് വേണോ. സീൻ അളിയാ. ഇതെന്തോന്നത്? ചില നേരങ്ങളിൽ തടയുകയില്ല കേട്ടാ. അത് കലി വരും, അവസാനം ഗാർഡും പിടിക്കും. അതാണ് ചില ക്ലിച്ചുകളൊക്കെ. ഗാർഡിനെ വിളിച്ചിട്ടുണ്ട്. ഗാർഡ് മാമൻ വരട്ടെ. നിങ്ങൾ തന്നെ ഗാർഡിനൊരു പേരിടണം കേട്ടോ. ഞാൻ ഇവനൊരു പേരിട്ടു. അത് ഇഷ്ടമായ കമൻറ്റ് എല്ലാവരും പറയുക. ദാമോട്ടെന്ന് ഞാൻ ഒരു പേരിട്ടിരിക്കുകയാണ് ഗൈസ്. ദാമോണ് ഇവൻ. ദാമോട്ടൻ. അപ്പോൾ ദാമോട്ടൻ ഇവിടെ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുകയാണ്. ദാമോ എന്ന് വേണ്ടല്ലോ. നമുക്ക് പിന്നെ പ്രഭാകരൻ എന്ന് പേരിട്ടല്ലോ ഗൈസ്. ദാമോ അത്ര ഇതില്ല. നമുക്ക് പ്രഭാകരൻ എന്ന് പേരിടാം. നമ്മുടെ പ്രഭാകരനാണ്. പ്രഭാകരനാണ് ഇത്തിരി സീനാണ് ഗൈസ്. പുതിയ ടൂൾ നമ്മളെടുത്തു. ഇതാണ് നമ്മുടെ പുതിയ ടൂൾ. കഞ്ഞിപ്പാത്രം അല്ലെ, കഞ്ഞി തെക്കുന്ന മറ്റേ കേലി. അതിന് നമ്മളിവിടെ കഞ്ഞി തെച്ച് കുടിക്കാനൊന്നുമല്ല കേല് വാങ്ങിയിരിക്കണേ. കഞ്ഞിക്കയില് പോലെ ഉണ്ട് ഗൈസ്. നമ്മുടെ നാട്ടിൽ ഇത് കാണുമ്പോൾ കഞ്ഞിയൊക്കെ എടുക്കില്ലേ, അങ്ങനത്തെ തക്കട കയ്യിൽ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ ഈ US-ലും ഈ രാജ്യങ്ങളിലൊക്കെ ഇവിടെ ഈ ഗെയിമിൽ അത് തോണ്ടാനുള്ളൊരു വെപ്പണാണ്. അതാ മെയിൻ ഹൈലൈറ്റ് ഗൈസ്. നമ്മൾ പലപ്പോഴും പുച്ഛിച്ച് കാണുന്ന വസ്തുക്കളെ ഓരോ ഗെയിമിൽ മികച്ചതായി എടുത്ത് കാണിക്കും ഗൈസ്. അതാണ് മെയിൻ. അപ്പോൾ ഈ കഞ്ഞിപ്പാത്രം കൊണ്ട് നമ്മൾ ആ കഞ്ഞിക്കയിലും കൊണ്ട് നന്നായി തോണ്ടുന്നുണ്ട്. എന്താ ഗൈസ്, നല്ല പവർ ഐറ്റം. തോണ്ടുമ്പോൾ സൂപ്പറായി മണ്ണ് പോണ്ട് കളക്ട് ചെയ്യേണ്ടി നമ്മളിനി ഇത് കളക്ട് ചെയ്ത് അവസാനം നമ്മൾ മോസ്റ്റ് അപ്ഗ്രേഡ് ആവേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള പദ്ധതികളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഗൈസ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കുഴിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ശേഖരിക്കണം. എല്ലാം വെച്ചാൽ നമ്മൾ പാലും വെള്ളത്തിന് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ശേഖരിക്കാണ്ടിരുന്നാൽ നമുക്ക് ടോയ്ലറ്റ് പേപ്പർ കിട്ടില്ല. ടോയ്ലറ്റ് പേപ്പർ വേണം. ടോയ്ലറ്റ് പേപ്പർ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. കാരണം ഓരോ സാധനം നമ്മൾ വാങ്ങാനും ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യാനടക്കം ടോയ്ലറ്റ് പേപ്പർ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടോയ്ലറ്റ് പേപ്പറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഗെയിമിൽ. ഗൈസ് ഞാൻ നന്നായി മണ്ണെടുത്ത് കളയണം. ഈ മണ്ണ് കൂടി വരും ഗൈസ്. ഇപ്പം ഇത്ര മണ്ണൊക്കെ കാണുള്ളൂ. പിന്നീട് ഈ ഗെയിമിൻ്റെ വലിയ ലെവലുകളിലൊക്കെ എത്തുമ്പോൾ നമ്മളില്ലേ ഒരു ഡേ, ഇപ്പോൾ ഡേ എത്രയാണ്, 1-2 ഒക്കെ ആയിട്ടുള്ളൂ. ഇപ്പോൾ 1 ഡേ ഒക്കെ ആയിട്ടുള്ളൂ. ഇനി ഇതൊരു 20 ഡേ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഡൈസൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പണി 7ൻ്റെ ആയി തുടങ്ങും. പണി തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ഗെയിം അപ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാരണം നമ്മൾ കുഴിച്ചൊക്കെ പോകുമ്പോൾ നിറയെ മണ്ണുണ്ടാകും. അത് മുകളിലേക്ക് എത്താൻ തന്നെ നമ്മളൊരു 2-3 മിനിറ്റൊക്കെ എടുക്കും. 2-3 സെക്കൻഡൊക്കെ എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ഗാർഡ് പോട്ടെ, പ്രഭാകരൻ പോട്ടെ. ആ പ്രഭാകരൻ പോയി. നമ്മൾ സെല്ലറെ തട ഗൈസ്. നമ്മളൊരു 3.5 അടിയൊക്കെ താത്തി കഴിഞ്ഞാൽ നമുക്കൊരു ശവപ്പെട്ടി കണ്ടെത്താൻ പറ്റും.
അതിനുള്ളിൽ നമ്മുടെ വെയർ ഹൗസ് കീ ഉണ്ട്. ഇതുകൊണ്ട് ഏറ്റവും അറ്റത്ത് അഗാഡിൻ്റെ ഡോറിൻ്റെ അവിടെ ആയിട്ടൊരു വെയർ ഹൗസ് ഉണ്ട്. അത് നമ്മൾ തുറക്കണം. അത് തുറന്നാലേ നമുക്ക് ആവശ്യമായ കുറേ സാധനങ്ങളൊക്കെ $1 കൊടുത്ത് വാങ്ങാൻ പറ്റുള്ളൂ. ഞാനത് കുഴിക്കുന്നത് വെയർ ഹൗസിൻ്റെ കീ കിട്ടണമെങ്കിൽ നമ്മൾ ശവപ്പെട്ടി നടത്തണം. അതൊക്കെ നെക്സ്റ്റ് പാർട്ട് 2 ഉണ്ടാവും ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞാൽ നമ്മളിതിന് സുമാർ ഒരു മീഡിയം അളവിലൊക്കെ താത്തിയ ശേഷം നമ്മൾ നിർത്തും ഗൈസ്. എന്താ വെച്ചാൽ ലെങ്ത്തൊക്കെ നോക്കണമല്ലോ വീഡിയോൻ്റെ, അതൊക്കെ കാരണമായിരിക്കും. എനിക്ക് നല്ലതാണ്. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മളിത് കുഴിച്ച് പോകുന്നുണ്ട്. ഇത് ഭയങ്കര ഇതാണ്, കഷ്ടമെന്ന് ഞാൻ പറയില്ല. ഈ ഗെയിം ഇത്തിരി ഈസിയാണ്, ടഫുമാണ്. കാരണം ഇത് ആദ്യം കളിക്കുന്നവർക്കൊക്കെ ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നും. പിന്നീട് അത് സ്ഥിരം കളിക്കുകയാണെങ്കിൽ ഈസി ആയിട്ടും തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് കുറേ പ്രാവശ്യം കളിച്ച് നോക്കിയ ശേഷമാണ് ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഗെയിം കളിക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും വിചാരിക്കരുത് ഗൈസ്. ഇത് പറഞ്ഞാൽ സൂപ്പർ ഗെയിമാണെന്ന് ഞാൻ പറയില്ല. എന്തായാലും ഇത് ജയിൽചാട്ടത്തിന് പറ്റിയൊരു ഗെയിമാണ്. ഇത് US-ലും എനേബിളാണ്. നമ്മുടെ ഈ ലാപ്ടോപ്പിലും നമ്മുടെ ഈ ഗെയിമിംഗ് PC-യിലൊക്കെ ഇത് കളിക്കാൻ പറ്റും. സൂപ്പർ ഐറ്റമാണ്. പക്ഷേ എനിക്ക് PC ഇല്ല ഗൈസ്. ഞാൻ ഫോണിലാണ് ഇത് കളിക്കുന്നത്. ഫോണിലും ഇത് കളിക്കുക, ഗെയിമിംഗ് PC-യിലും ഇത് എനേബിളാണ്. അതിൽ അങ്ങനെ ഞാൻ കറഞ്ഞു കേട്ടത് അങ്ങനെയാണ്. പക്ഷേ അത് നമുക്ക് PC വാങ്ങാൻ പൈസയൊന്നുമില്ല, PC ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലല്ലേ എൻ്റെ ഫോണിലാണ് ഞാൻ കളിക്കുന്നത്. സീനാണ് ഗൈസ്. നമ്മളിത് വാങ്ങി എനർജി കൂട്ടി ഗാർഡിനെ വിളിച്ചു, അകത്ത് കയറി, പണി കഴിഞ്ഞു. ഇനി കൊണ്ടുപോകുമ്പോൾ അടച്ചിട്ട് പോകും. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങും ഗൈസ്. പണി തുടങ്ങാൻ നേരമായി. അപ്പം നമുക്ക് എന്തായാലും പണി തുടങ്ങാൻ ഇനി നേരമായി എന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോകണം. അപ്പോൾ അടുത്ത പാർട്ടായി വരുന്നവരെ ബൈ. നമ്മൾ അടുത്ത സെക്കൻഡ് പാർട്ടുമായിട്ട് വരുന്നതാണ്. കാണാത്തവരെല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. ശരി ഗൈസ്.